ഹലോ, ഇന്ന് നമ്മൾ വിസ്കോസിറ്റി എന്ന പുതിയ ഭാഗത്തിലേക്ക് കിടക്കുന്നത് അല്ലേ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത് വാട്ട് ഈസ് സർഫസ് ടെൻഷൻ ആൻഡ് വാട്ട് ഈസ് സർഫസ് എനർജി, അതിൻ്റെ ചെറിയ കുറച്ച് പ്രോപ്പർട്ടീസ് മാത്രം നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ഈസ് വിസ്കോസിറ്റി. വാട്ട് ഈസ് വിസ്കോസിറ്റി നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണല്ലേ. നിങ്ങളുടെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ പഠിച്ച ഡെഫിനിഷൻ അനുസരിച്ച് വാട്ട് ഈസ് വിസ്കോസിറ്റി? It is defined as the resistance offered to a layer of fluid when it moves over another layer of fluid. അല്ലേ, എന്താണ് നമ്മുടെ ഒരു ഫ്ലൂയിഡ് മോഷനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദി മോഷൻ ഓഫ് ഡിഫറെൻറ്റ് ലെയേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് വെലോസിറ്റി. ഇതിന് നമ്മൾ ഫസ്റ്റ് എന്ത് കൺസിഡർ ചെയ്യുക? നമ്മളൊരു ഫ്ലൂയിഡ് ഓഫ് തിക്നെസ് y കൺസിഡർ ചെയ്യുക. അപ്പം ഫ്ലൂയിഡിൻ്റെ ഒരു ഫിക്സഡ് സർഫസിന് എബോവ് ആയിട്ടാണ് എന്ത് ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത്. ദിസ് ഈസ് ദി ഫിക്സഡ് സർഫസ്. ഓക്കെ, നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ ഫ്ലൂയിഡ് എന്താ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ദീസ് ആർ ദി ലെയേഴ്സ് ഓഫ് അവർ ലിക്വിഡ്. അതിൻ്റെ ഒരു തിക്നെസ്, ഒരു വൈ തിക്നെസ് ഉള്ള ഒരു ലിക്വിഡാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ കരുതി കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ വിസ്കോസിറ്റി ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ്? നമ്മളൊരു സ്ട്രീം ലൈൻ ഫ്ലോ ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. സ്ട്രീം ലൈൻ ഫ്ലോ എന്താണ്? സ്ലോ ആൻഡ് സ്റ്റഡി ഫ്ലോ ഓഫ് ലിക്വിഡ് ഓവർ എ ഫിക്സഡ് ഹൊറിസോണ്ടൽ സർഫസ്. ദിസ് ഈസ് ദി ഫിക്സഡ് ഹൊറിസോണ്ടൽ സർഫസ് ഇൻ അവർ കേസ്. സോ എന്താണ്, നമുക്ക് ഒരു ലിക്വിഡ് ഫ്ലോനെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ലിക്വിഡിൻ്റെ ഫ്ലോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. ഒരു ലെയറിലുള്ള എല്ലാ പാർട്ടിക്കിൾസിനും എന്താണ്? ഒരു യൂണിഫോം വെലോസിറ്റി ഉണ്ട്. സോ ഈ ഒരു ലെയറിൽ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. ഇതൊരു ഫിക്സഡ് ലെയറിന് എബോവ് ഉള്ള ഒരു ലെയറാണ്. ഇതിനെന്തുണ്ട്? ഒരു വെലോസിറ്റി ഉണ്ട്, ഒരു ഫിക്സഡ് യൂണിഫോം വെലോസിറ്റി ഉണ്ട്. ദിസ് ലെയർ ഓൾസോ ഹാവ് എ ഫിക്സഡ് യൂണിഫോം വെലോസിറ്റി, ദിസ് ലെയർ ഓൾസോ, ആൻഡ് ദിസ് ആൻഡ് ദിസ്. വിസ്കോസിറ്റീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലെയർ വിച്ച് ഈസ് in contact with the fixed surface, it has in the minimum velocity. Fixed surface ന് above ഉള്ള ഫിക്സഡ് സർഫസിന് കോണ്ടാക്റ്റിനുള്ള ലെയറിന് എന്താണ്? സീറോ, അല്ലെങ്കിൽ നമുക്ക് മിനിമം വെലോസിറ്റി ഓർ ഇറ്റ് ഇസ് വെലോസിറ്റി u minimum is equal to 0. ദിസ് ഈസ് ദി ക്ലോസസ്റ്റ് ലെയർ. ഇതിന് മിനിമം വെലോസിറ്റിയാണ് ഉണ്ടാവുക. ഇതിൽ നിന്നും ഫിക്സഡ് സർഫസിൽ നിന്നും അകലും തോറും എന്താണ്? വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. ആൻഡ് അപ്പർ ലെയറിന് എന്താണ്? യു മാക്സിമം ആയിരിക്കും അല്ലേ. ഇറ്റ് ഈസ് യു മാക്സ്. വെലോസിറ്റി ഈസ് യു മാക്സ് ഫോർ ദി ലെയർ വിച്ച് ഈസ് എവേ ഫ്രം ദി ഫിക്സഡ് സർഫസ്. അപ്പോൾ എന്തുണ്ട്? ഡിസ്റ്റൻസിനനുസരിച്ച് ഒരു വെലോസിറ്റി ഗ്രാഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. നമുക്ക് ആ വെലോസിറ്റി ഗ്രാഡിയൻറ്റിനെ എന്ത് വിളിക്കാം? dv/dx എന്ന് വിളിക്കാം. വെലോസിറ്റി ഈസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു എക്സിനനുസരിച്ച്, പൊസിഷൻ അനുസരിച്ച് ഇതിൻ്റെ ഫിക്സഡ് ലെയറിൽ നിന്ന്, ഫിക്സഡ് സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസിനനുസരിച്ച് വെലോസിറ്റിക്ക് ഒരു ഗ്രാഡിയൻ്റ് ഉണ്ട്. സോ ഇതാണ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ലിക്വിഡ്. ഈ ഒരു ഫിഗറിൽ നിന്നും വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എന്താണ് ഏറ്റവും ഫിക്സഡ് സർഫസിന് നമുക്കപ്പോൾ ഡെഫിനിഷൻ ഒന്നും കൂടി വായിച്ചു കഴിഞ്ഞാൽ എന്താണ്? It is defined as the resistance offered to a layer of fluid when it moves over another layer of fluid. അല്ലെ, ഡിഫറെൻറ്റ് ലെയേഴ്സ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിസ്കോസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വെലോസിറ്റി ഗ്രാഡിയൻ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഈ ഒരു വെലോസിറ്റി ഗ്രാഡിയൻ്റ്, അപ്പോൾ ഓരോ ലെയേഴ്സിലും ഓരോ ഡിഫറെൻറ്റ് വെലോസിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്താണ്? ഓരോ ലെയറും അതിൻ്റെ തൊട്ടപ്പുറത്തെ ലെയർ എന്ത് ചെയ്യും? ഒരു റിട്ടാർഡ് ഫോഴ്സ് അതിൻ്റെ മേലെ എക്സേർട്ട് ചെയ്യും അല്ലേ. ഇതിൻ്റെ എബോവ് ഉള്ള ലെയർ അതിൽ നിന്നും മുൻപോട്ടേക്കുള്ള ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയർ എന്ത് ചെയ്യും? അത് മിനിമൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി റിട്ടാർഡ് ചെയ്യിക്കാനുള്ള തരത്തിലുള്ള ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. സോ എ നെറ്റ് ഫോഴ്സ് ഇസ് ദെയർ ഇൻ ഈച്ച് ലെയർ അല്ലേ. ഈച്ച് ലെയറിലും ഒരു നെറ്റ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ഫോഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നു. ആൻഡ് ദി പ്രോപ്പർട്ടി ഓഫ് ദിസ് ലിക്വിഡ് ഇസ് നോൺ ആസ് വിസ്കോസിറ്റി. So viscosity is the resistance offered to a layer of fluid when it moves over another layer of fluid. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ബൈ വിർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് ഡിഫറെൻറ്റ് ലെയേഴ്സ്. എന്താണ് ഒരു ഒപ്പോസിഷൻ? ഡിഫറെൻറ്റ് ലെയേഴ്സ് റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിൽ ഡിഫറെൻറ്റ് ലെയേഴ്സ് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ദാറ്റ് ഫോഴ്സ് ഇസ് നോൺ ആസ് വിസ്കസ് ഫോഴ്സ് ആൻഡ് ദ പ്രോപ്പർട്ടി ഓഫ് ദിസ് ലിക്വിഡ് ഇസ് നോൺ ആസ് വിസ്കോസിറ്റി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദിസ് ഇസ് വിസ്കോസിറ്റി. സോ വെലോസിറ്റി ഗ്രാഡിയൻ്റ്
ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. വെലോസിറ്റി ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ലെയേഴ്സ്. നമുക്ക് അക്കോർഡിംഗ് ടു ന്യൂട്ടൺ എന്താണ്, ന്യൂട്ടൺ പറഞ്ഞിരിക്കുന്നത് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദിസ് വിസ്കസ് ഫോഴ്സ് ഓഫ് എ ലിക്വിഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദി ലിക്വിഡ്, ഏരിയ ഓഫ് ദി ലെയർ. ഏരിയ ഓഫ് ദി ലെയറിനെയും വെലോസിറ്റി ഗ്രാഡിയൻറ്റിനെയും പ്രൊപ്പോർഷണലാണെന്നാണ്. ദിസ് ഈസ് ദി വെലോസിറ്റി ഗ്രാഡിയൻ ആൻഡ് ദിസ് ഈസ് ദി ഏരിയ ഓഫ് എ ലെയർ. ഓരോ ലെയറിനും ഒരു സ്മോൾ ഏരിയ ഉണ്ടാവും അല്ലേ. ദിസ് ഈസ് എ ലെയർ, ദിസ് ഈസ് എ ലെയർ, ദിസ് ഈസ് എ ലെയർ. സോ ഫോഴ്സ്, ആ ഒരു ലെയറിലുള്ള വിസ്കസ് ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണലാണ്, ഏരിയ ഓഫ് ദി ലെയറിനെയും വെലോസിറ്റി ഗ്രാഡിയൻറ്റിനും പ്രൊപ്പോർഷണലാണ്. സോ F is proportional to A into dV by dx. So F is equal to a constant. That constant we call it as minus eta. Sorry, minus eta alla eta A into dV by dx. So this is the viscous force of a liquid. This constant we call it as വിസ്കസ് ഫ്ലോയിലെ ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്നാണ് പറയുന്നത്. സോ എന്താണ് ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് വാട്ട്, ഇറ്റ് ഈസ് വെലോസിറ്റിയെ എന്താണ് ഒപ്പോസ് ചെയ്യുന്ന തരത്തിലാണ് നമ്മുടെ ഫോഴ്സ് ഒരു ലെയറിൽ നിന്നും എക്സേർട്ട് ചെയ്യപ്പെടുന്നത്. സോ വിസ്കസ് ഫോഴ്സ് ഈസ് ഓൾവേസ് അവേ ഫ്രം ദി which retards the motion of the layer. So this negative sign indicates what, viscous force at opposite to the velocity. This equation is known as Newton's law of viscous flow in streamline motion. Streamline motion ഉള്ള Newton's law of viscous force ആണ് ഈ ഇക്വേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ വിസ്കോസിറ്റീൻ്റെ യൂണിറ്റ് പലതരത്തിലുള്ള യൂണിറ്റുകളുണ്ട്. One is Pascal second. Pascal second ഒരു യൂണിറ്റ് ആണ് ഫോർ വിസ്കോസിറ്റി. Another unit is Poiseuille. മറ്റൊരു യൂണിറ്റ് ആണ്. സോ dimensional formula of viscosity eta is ml raised to -1 t raised to -1. ഇത് നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് ഫോഴ്സിൻ്റെയും ഏരിയൻ്റെയും വെലോസിറ്റി ഗ്രാഡിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്തെടുക്കാനുള്ള ഒരു ഫോർമുലയാണ് എന്ത്, ഡയമെൻഷണൽ ഫോർമുല ഓഫ് വിസ്കസ് ഫോഴ്സ്. സോ എന്താണ് വിസ്കോസിറ്റി, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വിസ്കോസിറ്റി, വാട്ട് ഇസ് വിസ്കോസിറ്റി? ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് ദി റെസിസ്റ്റൻസ് ഓഫേർഡ് ടു എ ലെയർ ഓഫ് ഫ്ലൂയിഡ് വെൻ ഇറ്റ് മൂവ്സ് ഓവർ അനദർ ലെയർ ഓഫ് ഫ്ലൂയിഡ്.